റെയിനാട്ടോ പെയ്തത് നോക്കിയേ. അതെ തുറന്നിട്ട് എൻ്റെ മാരത്തോണും സംഭവത്തിൻ്റെ ട്രെയിനിങ് നടക്കുന്ന ഇടയിൽ സാധാ വ്ളോഗ്സ് ഇടാൻ മറക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്ത് നോക്കുക. നമുക്ക് മീൻ ഞാൻ ഇത്തിരി സാൽമൺ വാങ്ങിച്ചിട്ടുണ്ട്, സാൽമൺ വയ്ക്കാം. പിന്നെ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്ക് ഉണ്ടാക്കി വെച്ചു. നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോവാട്ടോ. ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകണം. ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് വഴി മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് പോവാം. എനിക്ക് ഈ ഷൂ ലൈസൊക്കെ അയക്കാൻ ഭയങ്കര മടി കിട്ടും. എൻ്റെ വണ്ടി ഫുൾ വൃത്തിയുടെ ആയിരിക്കും കേട്ടോ. ഇത് സ്നോ കാരണം ഇതിങ്ങനെ അഴുക്കായത്. ബൈ ദ വേ ഇന്ന് -1 അല്ല കേട്ടോ. ഇന്ന് 10 ഡിഗ്രി ഉണ്ട്, 10 ഡിഗ്രീസ് ഉണ്ട്. അപ്പോൾ നല്ല വെതറാണ്. ഞാൻ ജാക്കറ്റൊന്നും ഇടണ്ടായിരുന്നു. നമ്മൾ ബെസ്റ്റ് ബൈ എത്തിയിരിക്കുന്നു ഗൈസ്. എന്താ ഇനി നമുക്ക് പോയി നോക്കാം എന്താ വാങ്ങിക്കാന്ന്. അയ്യമ്മ, എൻ്റെ തലയിൽ ഓൾറെഡി ഒരു കാര്യമുണ്ട്, അത് നമുക്ക് നോക്കാം. എത്ര റേറ്റിന് കിട്ടുന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ഫ്ലിപ്പുണ്ട്. ഫ്ലിപ്പിൻ്റെ ഈ സാധനം എനിക്കിഷ്ടമല്ല. 25 ഐഫോണും ഉണ്ട് കേട്ടോ. 15 ഉണ്ട്, 16. ഇതാണ് പുതിയത് ഇറങ്ങിയത്. ഐഫോൺ നമ്മൾ നോക്കുന്നുണ്ടാവില്ല കേട്ടോ. ഐഫോണ് താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ വാങ്ങിച്ചിറങ്ങി കേട്ടോ ഗൈസ്. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ വാങ്ങിച്ച സാധനം ഞാൻ കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ച S25 അൾട്രയാണേ. അത് എനിക്കല്ല, ഗിഫ്റ്റാണ്. നല്ല ഡീല് കിട്ടി. നല്ല ഡീൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ഡീല് കിട്ടിയിട്ടുണ്ട്. ഫോണൊക്കെ വാങ്ങിച്ച് ഡയറക്റ്റ് ഞാൻ പിന്നെ എൻ്റെ മസാജ് തെറാപ്പി അപ്പോയിൻമെൻ്റ് ഉണ്ട്, അവിടേക്ക് ഡയറക്റ്റ് വിട്ടു. എന്നോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചേഞ്ച് ചെയ്ത് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല കേട്ടോ. ഗൈസ് അടിപൊളി അടിപൊളി സുഖം. കാലൊക്കെ അടിപൊളിയായിരിക്കുന്നു. കാല് കൂടാതെ എൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ള ഷോൾഡർ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു കേട്ടോ. ഞാൻ റെഡി ആവട്ടെ. അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചെക്കൻ അടിപൊളിയായിട്ട് കാല് നന്നായിട്ട് ചെയ്തു തന്നു. പിന്നെ ഷോൾഡറും ഒന്നും കൂടി ഒന്ന് വെറുതെ പോണേക്കാളും ഷോൾഡറും കൂടി ഒന്ന് ചെയ്തു തന്നു. ഇവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ പാർക്കിംഗ് എനിക്ക് തോന്നുന്നു നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ അറ്റത്ത് കൊണ്ടിട്ട് പാർക്ക് ചെയ്ത് വെച്ചേ. ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കാലിനല്ല, ഷോൾഡറിനാണ്. നാട്ടിൽ വരുന്നേക്കാളും മുമ്പ് ഒരു അപ്പോയിൻമെൻറ്റ് കൂടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിങ്ങിന് ടിക്കറ്റ് നമ്മൾ അവിടെ ഒരു മെഷീനില്ല, ആ മെഷീനിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വെച്ചു. നമുക്കൊരു ബാഗ് വാങ്ങിക്കാം ഇത് വെക്കാൻ, ഫോണെ. ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ ഒരു കവർ വാങ്ങിച്ചാലോ ഉണ്ട്. ഇങ്ങനത്തെ കുറേ ഉണ്ട്. റെഡ് നല്ലല്ലേ ഇരിക്കുക. നമുക്ക് ഇതിനെ വാങ്ങിച്ചാലോ. അപ്പോൾ അത് തുറക്കുമ്പോൾ ഇതാന്ന് വിചാരിച്ചാലോ. ഹൗസ് ദി ഐഡിയ. അവളുടെ ജോലി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എവിടെയെങ്കിലും പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വണ്ടിക്ക് വരാൻ പറയാം. അടിപൊളി, സോ കൂൾ. ഓ സെറ്റ് കൊള്ളാട്ടോ ഗൈസ്. നമ്മൾ വെറുതെ എന്താ എൻ്റെ വണ്ടിയിൽ ഇത് സ്റ്റീറിങ്ങിൽ ടാറ്റ തരുന്നു. ബൈ ബൈ. എല്ലാവരും മാരത്തോണിൻ്റെ പരിപാടിക്ക് ഇതായിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ തിരിച്ച് ഇവളുടെ വണ്ടിയുടെ സ്ഥലത്ത് കൊണ്ടാക്കാൻ പോവാ. ഓക്കെ, ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹായ് ഗൈസ്, ഞാൻ വണ്ടിയിലെടുത്ത വീഡിയോ റെക്കോർഡായില്ല ഗൈസ്. ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് തുറന്ന് ഫോൺ പുറത്തെടുത്തൊന്നും റെക്കോർഡായില്ല. ഞാൻ ക്യാമറ വെക്കണ വരെയുള്ള വീഡിയോ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള റെക്കോർഡായിട്ടില്ല. എന്താവോ, അത് കുഴപ്പമില്ല. എന്തായാലും അവൾക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. നാളെ കാണാം. നാളെ സാറ്റർഡേയാ. അപ്പോൾ നാളെ എന്താ പരിപാടി നമുക്ക് അതും കൂടി റെക്കോർഡ് ചെയ്യാം, അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഓക്കേ. ഇത് ലിറ്ററലി മരം ഫുൾ ഐസാ. ഇത് മഴ പെയ്താ കണ്ടോ. സമ്മറായിന്ന് വിചാരിച്ച ലിറ്ററലി വണ്ടിയുടെ അവസ്ഥ ഒരു ഗ്ലാസ് കോട്ടിങ് പോലെ ഇല്ല. ഇത്
ലിറ്ററലി ഒരു ഗ്ലാസ് കൂട്ടി. തുറക്കില്ല. ഇത് കണ്ടോ ഐസ്. ഒട്ടോ അയ്യോ കണ്ണിലേക്കൊക്കെ തെറിച്ചു. ഇന്നത്തെ പ്ലാൻ പണിയായിട്ടോ. അയ്യോ ഇത് ചില്ലല്ല. ഇത് ഇതൊക്കെ ഇത് ചില്ലല്ല. ദൈവമേ ഷേവ്ഡ് ഐസ് പോലെ. എടാ തുറക്കാൻ പറ്റുന്നില്ല ഡോറ്, ഞാൻ വലിച്ചിട്ട് തുറന്നില്ല. മഞ്ഞാളി. അതെ തുറന്നിട്ട് നമുക്ക് ഉള്ളി ഹീറ്റ് ആക്കി വെക്കാം കുറച്ചു നേരം. ആണോ? എത്ര സ്ക്രേപ്പ് ചെയ്തിട്ടും അത്ര മാത്രം അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതിഞ്ഞ് എങ്ങനെ കളയുന്ന ഞാൻ ആലോചിക്കണേ. അയ്യോ -2 ഉള്ളൂ, പക്ഷെ ഫീൽസ് ലൈക്ക് -6. ക്ലിയർ ആയിട്ടോ ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലായുണ്ട്. ടയറൊക്കെ ഫ്രോസനാ. ടയറും ഇതേപോലെ ചില്ലായിട്ടിരിക്കുക ഗൈസ്. എന്തിനാ ടൊറന്റോ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ എമ്പുരാൻ കാണാൻ വേണ്ടിയാണ്. കറുത്ത ഡ്രസ്സ് ഇപ്പോഴും കറുത്ത ഡ്രസ്സ് ഇട്ടോളൂ. കറുത്ത സിനിമ എന്തായാലും കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി റിവ്യൂ ഇടാം. ഓ ഗൈസ് സിനിമ കഴിഞ്ഞത് ഇപ്പോൾ പുറത്തെത്തിയിട്ടോ. സിനിമയെ കുറിച്ച് പറയാൻ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തിയേറ്ററിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അത് ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയ പോലെയായി. എന്താ പറയുക, കണ്ടുണ്ടാവും മിക്ക ആൾക്കാരും. ഇപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവരെല്ലാവരും എന്തായാലും കണ്ടുണ്ടാവും സിനിമ. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയണേ, എനിക്ക് വർക്കായില്ല അത്ര. ഈ കാല് വയ്ക്കുന്ന സ്ഥലം പോലും എൻ്റെ പൊന്നി സ്ലിപ്പറിയാ. ദൈവമേ അയ്യോ നല്ല ഭംഗിയാട്ടോ വയസ്സ് എന്ത് പറഞ്ഞാലും. ഗൈസ് വീട്ടിലെത്തി. ഈ എടുത്ത എഫേർട്ടിനുള്ള സിനിമയില്ല കേട്ടോ. ഇപ്പോൾ 3 മണി 3:30 അങ്ങനെ ഫ്രീസിങ് റെയിൻ്റെ സമയത്ത് ഇത്ര എഫേർട്ട് എടുത്ത് പോയതാ. നമ്മൾ വഴുക്കും വണ്ടി റിസ്ക് അല്ലേ. തിരിച്ചു വന്നപ്പോൾ കിങ്സ്റ്റണിൽ മറ്റേ വാർണിങ്ങാ വെതർ ആപ്പ് തുറന്നപ്പോൾ. അപ്പോൾ അത്ര റിസ്കിൽ പോയി കാണേണ്ടത്ര വലിയ സിനിമയൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്തായാലും ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളേ. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ. എൻ്റെ വണ്ടിയിൽ തന്നെ മുകളിലേക്ക് ഇത് വന്ന് വീണെടുക്കാം. പൊന്നി ഇതിപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചത് അത് വീണു അടിയിലേക്ക്. അപ്പുറത്തൊക്കെ വീണുകൊണ്ടിരിക്കുക. ശരിക്കും എൻ്റെ അപ്പാർട്ട്മെൻറ്റ് നമ്പർ 305 ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യണ്ടായിരുന്നു. അവിടെ മരം വീണ് എടുക്കണൊക്കെ ദൈവമേ.